ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ക്രിസ്തുയേശുവിനുള്ള ഭാവം തന്നെ നിങ്ങളിലും ഉണ്ടായിരിക്കട്ടെ. ലെറ്റ് ദിസ് മൈൻഡ് ബി ഇൻ യു വിച്ച് വാസ് ആൾസോ ഇൻ ക്രൈസ്റ്റ് ജീസസ്. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം ഒരു പ്രധാന വിഷയം എടുത്തു കാണിക്കുന്ന ഭാഗങ്ങളാണ്. ദ മൈൻഡ് ഓഫ് ക്രൈസ്റ്റ്, അല്ലെങ്കിൽ ക്രിസ്തുവിൻ്റെ മനസ്സ് എന്നുള്ളതാണ് ഈ അധ്യായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപാദ വിഷയം. ഫിലിപ്പിയർ ലേഖനം 2-ന്റെ 6 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ മനസ്സിന് 4 വ്യത്യസ്ത നിലപാടുകൾ, ആറ്റിറ്റ്യൂഡ് വിവിധ വിഷയങ്ങളിൽ ഉള്ളതായി നമുക്ക് കാണുവാൻ കഴിയും. അതെന്തൊക്കെയാണെന്ന് നാം പഠിക്കുമ്പോൾ പദവികളോട്, ധനത്തോട്, സേവനങ്ങളോട്, കഷ്ടതകളോട് എപ്രകാരമാണ് ക്രിസ്തുവിൻ്റെ മനോഭാവം. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ ക്രിസ്തുവിൻ്റെ മനസ്സ് പ്രായോഗികമായ അനുഭവങ്ങളിൽ നാം പുലർത്തേണ്ടത് ആവശ്യമാണ്, മാതൃകയാക്കേണ്ടത് ആവശ്യമാണ്. ഒന്ന്, ടു പൊസിഷൻ, പദവി. എന്തായിരുന്നു ക്രിസ്തുവിൻ്റെ പദവി? ദൈവത്തോടുള്ള സമത്വം. വാക്യം 6, ദൈവരൂപത്തിൽ അഥവാ ദൈവത്തോടൊപ്പം ഇരുന്ന പരമോന്നതൻ ആ സ്ഥാനം മുറുകെ പിടിക്കാതെ താണിറങ്ങി, തന്നിൽ നിന്ന് ഒഴിവാക്കാനാവാത്ത ഒരു പദവി. ദൈവത്തോടുള്ള സമത്വം വേണ്ട എന്ന് വെച്ചു. ഇന്ന് സ്ഥാനമാനങ്ങൾക്കും പദവികൾക്കും പിന്നാലെ പോകുന്നവർ ഈ ഭാഗം ഒന്നുകൂടൊന്ന് പുനർവായനയ്ക്ക് വേണ്ടി നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അവസരങ്ങളുടെ പിന്നാലെ, സ്ഥാനമാനങ്ങളുടെ പിന്നാലെ മുഷിക ഓട്ടം നടത്തുന്നവർ ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരല്ല. എബ്രായ ലേഖനം 11-ാം അധ്യായത്തിൽ 24-25 വാക്യങ്ങൾ നാം ഇങ്ങനെ കാണുന്നു. ഫറവോന്റെ പുത്രന്റെ മകൻ എന്ന് വിളിക്കപ്പെടുന്നത് നിരസിച്ച മോശയെക്കുറിച്ച്. യഥാർത്ഥത്തിൽ ക്രിസ്തുവിന്റെ മനസ്സ് പ്രകടമാക്കിയ ഒരു പഴയ നിയമ മധ്യസ്ഥനാണ് മോശ. പ്രിയരെ, ക്രിസ്തുവിന്റെ ഈ ഭാവം ലഭിക്കാവുന്ന പദവികളോട് നോ എന്ന് പറയുവാൻ, താണിറങ്ങുവാൻ, യജമാനനാകാൻ ഇച്ഛിക്കുന്നവർ എല്ലാവരും ദാസനാകണം. ഒന്നാമനാകാൻ ഇച്ഛിക്കുന്നവൻ ഒടുക്കത്തവനാകണം. നിങ്ങളിൽ മഹാനാകാൻ ഇച്ഛിക്കുന്നവൻ ശുശ്രൂഷകനാകണം. ഇതാണ് പ്രിയമുള്ളവരെ ഒരു ദാസ്യ നേതൃത്വത്തിന്റെ, ഒരു സെർവന്റ് ലീഡറിന്റെ ഉദാത്ത മാതൃക. പദവികൾ മാത്രമല്ല, ധനത്തോടുള്ള ക്രിസ്തുവിന്റെ നിലപാട്. റിച്ചസ് 2-ന്റെ 7-ാമത്തെ വാക്യം പറയുന്നു, ഹി എംപ്റ്റീഡ് ഹിംസെൽഫ്, തന്നെത്താൻ ഒഴിച്ചു. എന്താണ് പാട്ടുകാരൻ പാടുന്നത്? പരമസമ്പന്നൻ ഈ ധരണിയിൽ ഏറ്റവും ദരിദ്രനായി തീർന്നു. പട്ടിനുള്ള മൂലവസ്തു സൃഷ്ടി ചെയ്തവൻ കീറ്റുശീലകളാൽ പുതുപ്പിക്കപ്പെട്ടവനായി ഒരു ഗോശാലയിൽ കിടന്നു. പ്രിയരെ, ധനത്തോടുള്ള ക്രിസ്തുവിന്റെ മനോഭാവം നോക്കുക. ഈ ലോകത്തിൽ ഏറ്റവും ആഡംബരത്തോടെ സുഖേനെ ജീവിക്കുവാൻ കഴിയുമായിരുന്നിട്ടും തലചായ്ക്കുവാൻ ഇടമില്ലാതെ താൻ ജീവിച്ചു. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ സമ്പന്നൻ, ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ദരിദ്രനായി തീർന്നു. ലോകത്തുള്ള സകല രാജ്യങ്ങളെയും അതിൻ്റെ മഹത്വത്തെയും കാണിച്ച് ഇതൊക്കെ നിനക്ക് തരാം എന്ന് പിശാച് പറഞ്ഞപ്പോൾ ആ പ്രലോഭനങ്ങളുടെ മുമ്പിൽ, അല്ലെങ്കിൽ ആ പരീക്ഷണങ്ങളുടെ മുമ്പിൽ, സാത്താനെ എന്നെ വിട്ടു പോ എന്നായിരുന്നു അവിടുത്തെ പ്രതികരണം. പിശാചിനെ നമസ്കരിച്ചാണെങ്കിലും വേണ്ടതില്ല, പണം ഉണ്ടാക്കണമെന്നുള്ള അത്യാർത്ഥിക്കാർക്ക് എവിടെയാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ മനസ്സിനെ, ക്രിസ്തുവിൻ്റെ മനോഭാവത്തെ, ധനത്തോടുള്ള പ്രതികരണത്തെ പ്രകടമാക്കുവാൻ കഴിയുന്നത്? എബ്രായ ലേഖനം 11-26 പറയുന്നത്, മിസ്രയീമിലെ നിക്ഷേപങ്ങളെക്കാൾ ക്രിസ്തുവിന് നിന്ന വലിയ ധനമെന്ന് മോശ എണ്ണി. മോശ ഇത്രയ്ക്ക് മണ്ടനായിരുന്നു. ചിലത് തിരസ്കരിക്കുവാൻ, ചിലത് നിരസിക്കുവാൻ മോശ തയ്യാറായി. അപ്പോസ്തലനായ പൗലോസ് എന്ന് പറയുന്നു, ഞാൻ ആരുടെ പൊന്നോ വെള്ളിയോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. എന്ത് നല്ല മനോഭാവം! 2-ന്റെ 8-ാമത്തെ വാക്യത്തിൽ ഒഴിച്ചു എന്നുള്ളതിന് ഗ്രീക്കിൽ കെനോസിസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യേശു കർത്താവ് അവിടുന്ന് ഒഴിവാക്കിയതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു? ഇനി ഒഴിവാക്കാൻ ഒന്നുമില്ലാത്തവണ്ണം എല്ലാം താൻ ഒഴിച്ചു. ഗദസമനയിൽ വെച്ച് രക്തവും വിയർപ്പും കണ്ണുനീരും, ഗബദയിൽ വെച്ചും ഗോൽഗോത്തയിൽ വെച്ചും താൻ അനുഭവിച്ച ആ കഷ്ടതകളും ക്രൂരമർദ്ദനങ്ങളും, ചാട്ടവാറും ചമ്മട്ടിയും മുൾക്കിരീടവും കുരിശും ആണികളും കുന്നുകൊണ്ട് വിലാപ്പുറം കുത്തിത്തുളയ്ക്കപ്പെട്ടതും വിവസ്ത്രനാക്കിയതും, ഇതെല്ലാം പ്രിയമുള്ളവരെ നൽകുന്നതിൻ്റെ, എല്ലാം ഒഴിച്ചു കളയുന്നതിൻ്റെ ഒരു ഭാഗമായിരുന്നില്ലേ? യെശയ്യാ 53:12 പറയുന്നു, അവൻ തൻ്റെ പ്രാണനെ മരണത്തിന് ഒഴുക്കിക്കളഞ്ഞു. അങ്ങനെ യേശു കർത്താവ് ജീവൻ വരെ ഒഴിച്ചു. ഇതാണ് ക്രിസ്തുവിൻ്റെ മനസ്സ്. നേടാനുള്ള പരക്കം പാച്ചിലിൽ, വെട്ടിപ്പിടിക്കാനുള്ള അത്യാർത്ഥിയിൽ, എല്ലാം വേണം എന്നുള്ള അത്യാഗ്രഹത്തിൽ ഇന്ന് ആർക്കുണ്ട് ഇപ്രകാരം എല്ലാം നഷ്ടപ്പെടുത്തുവാനുള്ള മനസ്സ്? അവിടെയാണ് പ്രിയമുള്ളവരെ ക്രിസ്തുവിൻ്റെ ഭാവം പ്രകടമാകുന്നത്. സേവനങ്ങളോട് എന്തായിരുന്നു കർത്താവിൻ്റെ പ്രതികരണം? ടു സർവീസ്, ദാസ്യരൂപമെടുത്തു. കേവലം ഒരു രൂപമല്ല, ദാസനായി തീർന്നു. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ എന്ന് യെശയ്യാപ്രവചനം 42:1 പറയുന്നു. ഇങ്ങനെയാണ് പിതാവ് പുത്രനെ പരിചയപ്പെടുത്തിയത്. ജാതികളോട് ന്യായം പ്രസ്താവിക്കുന്ന, നിലവിളിക്കാത്ത, ഒച്ചയുണ്ടാക്കാത്ത
വീഥികളിൽ ശബ്ദം കേൾപ്പിക്കാത്ത ദാസൻ, നീതിമാനായ എൻ്റെ ദാസൻ, തൻ്റെ പരിജ്ഞാനത്താൽ പലരെയും നീതീകരിക്കുന്ന ദാസൻ. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പറയാം, മനുഷ്യപുത്രൻ ശുശ്രൂഷ ചെയ്യിക്കുവാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കുവാനും അത്രേ വന്നത്. ഇതായിരുന്നു യേശുവിൻ്റെ മാതൃക. പെസഹായിൽ യേശുവും ശിഷ്യന്മാരും ഒരുമിച്ച് കൂടി. സാധാരണ പെസഹായ്ക്ക് യഹൂദ കുടുംബങ്ങളിൽ അടിമകളാണ് ഭവനത്തിലെ മറ്റ് അംഗങ്ങളുടെ കാല് കഴുകുക. ഇവിടെ ആര് ജോലി ചെയ്യും? അവരുടെ ഇടയിൽ ചെറിയവരാരുമില്ല, എല്ലാവരും വലിയവരാണ്. എന്നാൽ ഒരുവൻ മാത്രം ഏറ്റവും ചെറിയവനായി തീർന്നു. കർത്താവും ഗുരുവുമായവൻ, ഏറ്റവും വലിയവനായവൻ അരയിൽ ഒരു തോർത്തും ഒരു ബക്കറ്റ് വെള്ളവും എടുത്ത് അരയിൽ ചുറ്റിയിരുന്ന തോർത്ത് കൊണ്ട് ഓരോ ശിഷ്യന്മാരുടെ കാല് കഴുകുവാൻ തുടങ്ങി. ഈ മാതൃക ക്രിസ്തുവിലല്ലാതെ നമുക്ക് വേറെ എവിടെ ദർശിക്കുവാൻ കഴിയും? ഇന്ന് കുതികാൽ വെട്ടുന്നവരുണ്ട്, കാല് വാരുന്നവരുണ്ട്, മുൻപോട്ട് ഗമിക്കുന്ന കാലിൽ തട്ടി തള്ളിയിടുവാൻ ശ്രമിക്കുന്നവരുണ്ട്. അവരുടെ ഒരു ലോകത്ത് ഇപ്രകാരം എല്ലാവരുടെയും കാല് കഴുകുവാൻ ഈ യേശുവിനെ പോലെ ദാസനായി തീർന്ന ഒരു നല്ല നേതൃത്വ മാതൃക നമുക്കെവിടെ ഈ സമകാലിക ലോകത്തിൽ ദർശിക്കുവാൻ കഴിയും? തന്നെത്താൻ താഴ്ത്തി എന്ന് പറയുമ്പോൾ ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി യേശു മാറി. 2 വാക്കുകളാണ്, ദാസൻ, അനുസരണം. എവിടം വരെ? ക്രൂശിലെ മരണത്തോളം. ഈ പദങ്ങൾ നാം പഠിച്ചാൽ ദാസൻ എന്ന് പറയുമ്പോൾ സ്വന്തം ഇഷ്ടത്തിന് മരിച്ച് യജമാന്റെ ഇഷ്ടത്തിന് ജീവിക്കുന്നവനാണ് യഥാർത്ഥ ദാസൻ. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം ദാസൻ എന്ന നിലയിൽ യജമാനനായ പിതാവിനോടുള്ള ഒരു പൂർണ്ണ അനുസരണമാണ്. ദൈവേഷ്ടം ചെയ്യുവാൻ പൂർണ്ണ മനസ്സോടെ കടന്നു വന്ന യേശു, അതിനുവേണ്ടി തന്നെത്താൻ സമർപ്പിക്കപ്പെട്ട യേശു, നീ ചെവികളെ എനിക്ക് തുളച്ചിരിക്കുന്നു എന്നൊരു അടിമയെ പോലെ പ്രവാചക അരുളപ്പാടുകൾ ആവർത്തിച്ച ക്രിസ്തു യേശു. എന്താണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം? യോവേൽ സംവത്സരത്തിൽ സ്വതന്ത്രരാക്കപ്പെടുന്ന അടിമകളിൽ ജീവപര്യന്തം ഒരു യജമാനെ സേവിച്ചു കൊള്ളാം എന്ന് പ്രഖ്യാപിക്കുന്ന അടിമയെ കട്ടളയോട് ചേർത്ത് വെച്ച് അവന്റെ കാത് തുളയ്ക്കുന്നതാണ് ഇവിടുത്തെ അർത്ഥം. പിതാവിന്റെ ഹിതത്തോട് യേശുവിനുണ്ടായിരുന്ന അടിമത്ത മനോഭാവമാണ് ഇവിടെ പ്രകടമാകുന്നത്. എന്തായിരുന്നു? കഷ്ടതകളോടുള്ള സഫറിങ്സ്. കർത്താവിന്റെ പ്രതികരണം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അനുസരണമുള്ളവനായി തീർന്നു. യെശയ്യാ 53:10 ഇങ്ങനെ വായിക്കുന്നു, അവന് കഷ്ടം വരുത്തി. ദൈവം വരുത്തിയ കഷ്ടതയ്ക്ക് പിന്നിൽ ദൈവിക നിർണയങ്ങൾ ഉണ്ടായിരുന്നു. കാരണം കഷ്ടതകളോട് അനുസരണം കൊണ്ട് പ്രതികരിച്ച യേശുവിൻ്റെ മനസ്സ് ഓരോ ക്രിസ്ത്യാനിക്കും ഉണ്ടാകണം. കാരണം ഈ കഷ്ടതയാണ് തന്നെ മഹത്വത്തിലേക്ക് എത്തിച്ചത്. കഷ്ടാനുഭവങ്ങൾക്ക് ശേഷമാണ് മരണം, മരണത്തിന് ശേഷമാണ് അടക്കം, അതുകൊണ്ട് അതിനുശേഷമാണ് പ്രിയമുള്ളവരെ ഉയർപ്പ്. ഉയർക്കുവാൻ കാരണം പുനരുത്ഥാനത്തിൻ്റെ ശക്തിയുടെ വ്യാപാരമായിരുന്നു. റിസറക്ഷൻ പവർ നമുക്ക് ഇഷ്ടമാണ്, പക്ഷേ റിസറക്ഷൻ പവറിലേക്ക് കാരണമായി തീരുന്നത് മരണമാണ്. മരണമുള്ളിടത്തെ ഉയർപ്പുള്ളൂ. മരണം ഉണ്ടാവണമെങ്കിൽ ക്രൂശും അനുഭവിച്ച കഷ്ടതകളുമാണ് ക്രിസ്തുവിനെ മരണത്തിലേക്ക് എത്തിച്ചത്. ഇവിടെ ഈ ചതുർവിധ മേഖലകളോടും യേശു ക്രിസ്തുവിൻ്റെ പ്രതികരണം നമുക്ക് പഠിക്കേണ്ടതാണ്. നാം ക്രിസ്തുവിന് മനസ്സുള്ളവരായി തീരുവാൻ നമുക്ക് നമ്മുടെ ജീവിതം നമ്മെ ഒരിക്കൽ കൂടെ സമർപ്പിക്കാം. നിസ്വാർത്ഥമായ മനസ്സ്, ദ സെൽഫ്ലെസ് മൈൻഡ്, മറ്റുള്ളവനെ തന്നെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുന്ന ഭാവം, സ്വന്തം ഗുണമല്ല മറ്റുള്ളവൻ്റെ ഗുണം അന്വേഷിക്കുന്ന മനോഭാവം, തന്നെത്താൻ ഒഴിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി താൻ എല്ലാം നൽകി. അതുമാത്രമല്ല ത്യാഗോന്മുഖമായ മനസ്സ്, ദ സാക്രിഫിഷ്യൽ മൈൻഡ്. ക്രൂശിലെ മരണത്തോളം എന്ന പ്രയോഗം വ്യക്തമാക്കുന്നത് എന്താണ്? യേശു മരിച്ചു തന്നെത്താൻ യാഗമാക്കി. തനിക്ക് വേണ്ടിയോ? ഒരിക്കലുമല്ല. പ്രിയമുള്ളവരെ, സ്നേഹമായിരുന്നു ആ യാഗത്തിന് കാരണം. സ്നേഹം ആവശ്യപ്പെടുന്ന യാഗവും മരണവുമാണ് ക്രൂശിൽ നാം കാണുന്നത്. യേശു നമുക്ക് വേണ്ടി മരിച്ചു എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ നാം മനസ്സിലാക്കുന്ന ത്യാഗോന്മുഖമായ സേവന സന്നദ്ധത, സാക്രിഫിഷ്യൽ ലവ്. അവസാനമായി സേവോന്മുഖമായ ഒരു മനസ്സ്, ദ സെർവിങ് മൈൻഡ്. മറ്റുള്ളവൻ്റെ ഗുണത്തിനായി ദാസനായി വർദ്ധിക്കുന്നതാണ് ആ സേവനം. മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും, എൻ്റെ കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാൻ എനിക്ക് കഴിയും എന്നതായിരിക്കട്ടെ പ്രിയമുള്ളവരെ നമ്മുടെയും ചിന്ത.